നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പ് അവസാന ഘട്ടത്തിലെ ഫൈനലിലേക്ക് ഇന്ത്യയും ന്യൂസിലൻഡും. കളി തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊരു പവർ റാങ്കിങ് അവതരിപ്പിച്ച് ഓർക്കുന്നുണ്ടോ? അത് നമ്മൾ പ്രിപ്പയർ ചെയ്തല്ല, വിസ്ഡൻ്റെ പവർ റാങ്കിങ് ആയിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ ഗ്രൂപ്പ് സ്റ്റേജിന് ശേഷം നമ്മൾ അവതരിപ്പിച്ച പവർ റാങ്കിങ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. അതുപോലെ സൂപ്പർ 8 ആദ്യ റൗണ്ടിന് ശേഷമുള്ള പവർ റാങ്കിങ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. സെമി ഫൈനലിന് മുമ്പുള്ള പവർ റാങ്കിങ് നിങ്ങളുടെ മുന്നിലേക്ക് വെച്ചു. ഇനി ഇതാ ഫൈനലിന് മുമ്പുള്ള പവർ റാങ്കിങ്ങുമായിട്ട് തിരിക്കുകയാണ്. 20 ടീമുകൾ വെച്ച് തുടങ്ങിയ വേൾഡ് കപ്പ് 2 ടീമുകളിൽ എത്തി നിൽക്കുമ്പോൾ ആര് കിരീടം ചൂടും? ഇത് ഒരർത്ഥത്തിൽ പ്രഡിക്ഷൻ എന്ന് പറയേണ്ടി വരും. കിരീട സാധ്യത കൂടുതൽ ആർക്ക്? നമ്മൾ വെറുതെ ഒന്ന് സെമി ഫൈനലിന് മുമ്പുള്ള പവർ റാങ്കിങ് നോക്കിയാണ്. ആ പവർ റാങ്കിങ്ങിൽ 4ാമത് ഇംഗ്ലണ്ടായിരുന്നു, 3ാമത് ന്യൂസിലാൻഡ്, 2ാമത് സൗത്ത് ആഫ്രിക്ക, 1ാമത് ഇന്ത്യ. സൗത്ത് ആഫ്രിക്കയുടെ പുറത്തു പോക്ക് ശരിക്കും ഞെട്ടിച്ച ഒന്നാണ്. പുറത്തു പോയത് ഞെട്ടിച്ചു എന്നല്ല, പുറത്തു പോയ രീതി ഞെട്ടിച്ചു. വല്ലാത്ത ജാതി അടിയാണെന്ന് ഫിനാലെ അടിച്ചത്. എടുത്തിട്ട് അങ്ങ് അലക്കുക എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതാണ് ശരിക്കും പറഞ്ഞാൽ സംഭവിച്ചത്. എജ്ജാതി അടിയടിച്ചിട്ടാണ് തോൽപ്പിച്ചത്. 9 വിക്കറ്റിനാണ്, 43 പന്തുകൾ ശേഷിക്ക് 9 വിക്കറ്റിനാണ് ന്യൂസിലാൻഡ് വിജയിച്ച് കയറിയത്. ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരെ നല്ലൊരു പോരാട്ടം കണ്ട മത്സരത്തിൽ 7 റൺസിനാണ് ജയിച്ചത്. സോ സെമി ഫൈനലിൽ നോക്കുമ്പോൾ ഇതുവരെ അപരാജിത കുതിപ്പ് നടത്തിയ സൗത്ത് ആഫ്രിക്കയാണ് തീർത്തത് ന്യൂസിലാൻഡ്. അപ്പോൾ അവർക്കല്ലേ മുൻതൂക്കം കൊടുക്കേണ്ടത്? അവർക്കല്ലേ കിരീട സാധ്യത കൂടുതൽ എന്നൊക്കെ ചോദിക്കാനുണ്ടാവും. പക്ഷെ നമ്മുടെ ഏറ്റവും പുതിയ പവർ റാങ്കിൽ അവർക്ക് 2ാം സ്ഥാനമാണ്. കാരണം എന്താ? കാരണം വളരെ വ്യക്തമാണ്. കളി നടക്കുന്നത് ഇന്ത്യയിലാണ്. നമ്മുടെ ഗ്രൗണ്ടുകളിൽ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാവുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ഗ്രൗണ്ട് കണ്ടീഷനിൽ, നമ്മുടെ സപ്പോർട്ടിൽ നമ്മൾ കളിക്കാൻ ഇറങ്ങുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് മത്സരം വിജയിക്കാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനുള്ളത്. ഇപ്പോൾ T20 വേൾഡ് കപ്പിന് മുന്നോടിയായിട്ട് നമ്മളൊരു പരമ്പര കളിച്ചത് ഓർമ്മയുണ്ട? ജനുവരിയിൽ അന്ന് 4-1 നമ്മുടെ ടീം അവരെ പരാജയപ്പെടുത്തി വിട്ടത്. അതിൻ്റെ ഒരു തുടർച്ച ഇവിടെ നടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പലരും പറയും അഹമ്മദാബാദിലെ മൊട്ടേറയിലെ സ്റ്റേഡിയം ഇന്ത്യക്ക് അത്ര ഭാഗ്യ സ്റ്റേഡിയമല്ല. ഈ വേൾഡ് കപ്പിൽ ഇന്ത്യ തോറ്റ ഒരേ ഒരു കളി അവിടെ കളിച്ച കളിയാണ്. 2023 വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അവിടെ കളിച്ചിട്ടല്ലേ തോറ്റത് ഏകദിന വേൾഡ് കപ്പ്. അതൊക്കെ ശരി, അത്തരം സൂപ്പർ സ്റ്റേഷൻസ് മുഴുവനും ഇത്തവണ തീർക്കും നമ്മുടെ ടീം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇന്നുവരെ തുടർച്ചയായിട്ട് ഒരു ടീമും T20 വേൾഡ് കപ്പ് നേടിയിട്ടില്ലല്ലോ, ഹോം ഗ്രൗണ്ടിൽ നേടിയിട്ടുമില്ല. അതൊക്കെ ഇത്തവണ തിരുത്തി കുറിക്കപ്പെടാൻ പോവുകയാണ്. അപ്പോൾ നമ്മുടെ പവർ റാങ്കിങ്ങിൽ 2ാം സ്ഥാനത്ത് ന്യൂസിലൻഡ്. സംശയമില്ല, മികച്ചൊരു പോരാട്ടം അവർ നമുക്ക് നൽകും, അതിലൊന്നും തർക്കമില്ല. നല്ലൊരു ഫൈനൽ മത്സരം കാണാൻ പറ്റുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഞാനുള്ളത്. അപ്പോൾ ന്യൂസിലാൻഡിനെ സംബന്ധിച്ചിടത്തോളം അവർ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിച്ച കളി പുറത്തെടുത്താൽ കാര്യങ്ങൾ ഇന്ത്യക്ക് ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ പോലും ഇന്ത്യയുടെ മികവ് വെച്ച് അവരെ മറികടക്കാൻ കഴിയേണ്ടതാണ്. സൗത്ത് ആഫ്രിക്ക ഒട്ടും മോശം ടീമായതുകൊണ്ട് തോറ്റതല്ല എന്നും സമ്മതിക്കുന്നു. പക്ഷെ അന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഫിനാലൻ്റെ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു. എല്ലാ ദിവസവും അത്തരത്തിൽ കളിക്കാൻ കഴിയില്ല. അത് വൺസ് ഇൻ എ ബ്ലൂ മൂൺ സംഭവിക്കുന്നതാണ്. 33 പന്തുകളിൽ നിന്ന് 10 4ഉം 8 6ഉം അടക്കം 100 റൺസാണെന്ന് അദ്ദേഹം അടിച്ചത്. അപ്പം ടീം സിഫേർട്ട് 33 പന്തിൽ 58 റൺസും അടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ബൗളിങ്ങും അന്ന് മികച്ച രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. രവീന്ദ്ര 4 ഓവറിൽ 29 റൺസ് 2 വിക്കറ്റ്, മക്കൻജി 1 ഓവറിൽ 9 റൺസ് 2 വിക്കറ്റ്, ലോക്കി ഫെർഗൂസനും ജിമ്മി നീഷവും ഒക്കെ ഓരോ വിക്കറ്റുകൾ എടുത്ത് ലോക്കി ഫെർഗൂസൻ വളരെ ഇക്കണോമിക്കലായിട്ടാണ് എറിഞ്ഞത്. ഹെൻറിക്ക് 4 ഓവറിൽ 34 റൺസ് 2 വിക്കറ്റ്. ഒക്കെ ശരി അവർക്ക് എല്ലാ തരത്തിലുള്ള മികവും ഇന്ത്യക്കെതിരെ പുറത്തെടുക്കാൻ ആയുധങ്ങളുണ്ട്. അവർ ശ്രമിക്കും, നന്നായിട്ട് പോരാടുകയും ചെയ്യും. പക്ഷേ ഈ കളി ഇവിടെ ജയിച്ച് പറ്റൂ ടീം ഇന്ത്യക്ക്. അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ട്. അഭിഷേകിൻ്റെ ഫോം പ്രശ്നമാണ്. വരുൺ ചക്രവർത്തിയുടെ ഫോം ഇപ്പോൾ ഒരല്പം ആശങ്കയുണ്ടാക്കുന്നതാണ്. ശിവൻ ദുബെയുടെ ബൗളിങ്ങിൽ നമുക്ക് ആശങ്കയുണ്ട്. എന്നാലും അതിനെയൊക്കെ കവർ ചെയ്യാനുള്ള കരുത്തുമുണ്ട്. ബൂംറയെ പോലൊരു ബൗളർ മറുഭാഗത്ത് നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അതാണ്, ന്യൂസിലാൻഡിന് ബൂംറയെ പോലൊരു ബൗളർ ഇല്ല. അതുപോലെ തന്നെ നമ്മുടെ സഞ്ജു സാംസണിൻ്റെ ഇപ്പോഴത്തെ മിന്നും ഫോം ഒന്ന് നോക്കണം.
ആ ഫോം അദ്ദേഹം തുടർന്നാൽ ഏത് ബൗളറെയും അദ്ദേഹം അടിച്ചിട്ടും. തമാശയായിട്ട് പറയാറില്ലേ, ചില ചൊല്ലുകളില്ലേ, അതായത് തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായിന്ന്. അതാണ് ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ. സഞ്ജുവിൻ്റെ കാര്യം. വെറും 4 ഇന്നിങ്സാണ് അവൻ വേൾഡ് കപ്പ് കളിച്ചത്. അവൻ ഇപ്പോൾ വേൾഡ് കപ്പിൻ്റെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരത്തിനുള്ള റേസിലുള്ളയാളാണ്. പ്ലെയർ ഓഫ് ദി സീരീസ് അല്ലെങ്കിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ്. പ്ലെയർ ഓഫ് ദി മാച്ച് അല്ല, പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ്. പിന്നെ ഇഷാൻ കിഷൻ പിന്നും ഫോമിലാണ്. സൂര്യയിൽ നിന്ന് നല്ലൊരു ഇന്നിങ്സ് ഇനിയും വരേണ്ടതുണ്ട്. തിലക് റൺ എ ബോൾ കളിക്കുന്നുള്ള പ്രശ്നമൊക്കെ അയാൾ എപ്പോഴും തീർത്ത് കളഞ്ഞടോ. ഇപ്പോൾ കിടലിനടിയാ. ശിവൻ ദ്യൂബെ വേറെ ലെവൽ കളിയാ. ഹാർദിക്ക് എപ്പോൾ ടീമിന് ആവശ്യമുണ്ടോ അപ്പോൾ ബോൾ കൊണ്ടാണോ ബാറ്റ് കൊണ്ടാണോ ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ടീമിന് തന്നെയാണ് പ്രാമുഖ്യം. അപ്പോൾ നമ്മുടെ പവർ റാങ്കിങ് വളരെ സിമ്പിളാണ്. ഏറ്റവും കൂടുതൽ കിരീട സാധ്യത ടീം ഇന്ത്യക്ക്. നമ്പർ 1 പവർ റാങ്കിൽ 1-ാം സ്ഥാനത്ത് ടീം ഇന്ത്യ, ന്യൂസിലാൻഡ് 2-ാമത്. നിങ്ങൾക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവും, കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.